ജാമ്യം കിട്ടി. ജാമ്യം കിട്ടാനുള്ള കേസേ ഉള്ളൂ, ഇപ്പോഴത്തെ കേസല്ലേ. എന്നാലും തളിപ്പറമ്പ് വരെ ഒന്ന് കാണാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഗോവിന്ദൻ കാരണം ഞങ്ങൾക്ക് തളിപ്പറമ്പൊക്കെ ഒന്ന് കാണാൻ പറ്റി, ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഗോവിന്ദൻ എന്തായാലും ഈ ക്രിമിനൽ കേസ് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ എന്തോ 10 കോടി അങ്ങാണ്ടോ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ഡിഫമേഷന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, കോർട്ട് ഫീസ് അടച്ചൊന്ന് ആ സിവിൽ കേസ് ഒന്ന് കൊടുക്കണം. ചുണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് CPM-ൻ്റെ മുഴുവൻ പിന്തുണയുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെയൊക്കെ കാശ് ധാരാളം ഉണ്ടല്ലോ, ഒന്ന് കൊടുക്കട്ടെ. ചുണയുണ്ടായി കൊടുക്കട്ടെ, മാനനഷ്ടം സിവിൽ കേസ്. ഹൈക്കോടതിയിൽ കോശം മൂവിയിട്ടുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. 100%, ബിക്കോസ് ഇറ്റ് ഈസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ്. ഐ ഡിഡ്ന്റ് ഗോ ടു എനിബഡി ആൻഡ് ദേ പ്രോമിസ്ഡ് മീ ഓൾ ദിസ്. I don't have to create anything because I do not know this gentleman personally. And I never knew that somebody like this existed. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക? So this is simply manipulated. ഗോവിന്ദൻ കാണിച്ച ആർജവം മുഖ്യമന്ത്രി മുകളിലൂടെ കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊടുക്കട്ടെ, എല്ലാവരും മാനനഷ്ടത്തിൻ്റെ കേസ് കൊടുക്കും. ഇത് സ്വപ്ന സുരേഷ് ഇഷ്ടംപോലെ മാനനഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിന് നേരെ പറഞ്ഞിട്ടുള്ളൂ. ചുണയുണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വരട്ടെ, കേസ് കൊടുക്കട്ടെ. ധാരാളം CPM നേതാക്കൾക്ക് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗോവിന്ദനെ വന്ന് തട്ടിപ്പ് കാണിക്കുന്നതിൽ വരെ സിവിൽ കേസ് കൊടുക്കാൻ പറയും, മതി. താങ്ക് യു.